പശ്ചിമേഷ്യയെ ഒന്നടങ്കം യുദ്ധത്തിന്റെ തീച്ചുഴിയിലേക്ക് തള്ളിക്കൊണ്ട് ഇറാൻ അമേരിക്ക സംഘർഷം അതിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാനിലെ ജനവാസ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഊർജ നിലയങ്ങൾക്കും നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ കടുത്ത ആക്രമണങ്ങൾക്ക് മറുപടിയായി നരകവാതിലുകൾ തുറക്കപ്പെടും എന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും വാക്കല്ലെന്ന് തെളിയിക്കുന്നതാണ് കുവൈറ്റിലും ബഹ്റൈനിലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾ. ഇതോടെ യുദ്ധം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു വലിയ ഗൾഫ് യുദ്ധമായി മാറിയിരിക്കുകയാണ്. കുവൈറ്റിലെ തന്ത്രപ്രധാനമായ ഷുവൈഖ് ഓയിൽ കോംപ്ലക്സിനും പ്രധാന വൈദ്യുതി നിലയങ്ങൾക്കും നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ രാജ്യത്തെ ഊർജ വിതരണത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഈ മേഖലകളിൽ വൻ അഗ്നിബാധയാണ് പടർന്നു പിടിച്ചിരിക്കുന്നത്. ഇതിലുപരി മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ നട്ടെല്ലായ ക്യാമ്പ് ബ്യൂറിങ്ങിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ പെന്റഗണിനെ പോലും ആശങ്കയിലാക്കുന്നുണ്ട്. സഖ്യകക്ഷികളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കുക വഴി അമേരിക്കയെ പ്രതിരോധത്തിലാക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ബഹ്റിന്റെ അവസ്ഥയും സമാനമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയായ ബാബ്കോ എണ്ണ ശുദ്ധീകരണശാലയിലെ എണ്ണ സംഭരണ ടാങ്കുകൾ ലക്ഷ്യമാക്കി നടന്ന ആക്രമണം വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചിട്ടുള്ളത്. തീ നിയന്ത്രണ വിധേയമായെന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപാദന ശൃംഖലയ്ക്കേറ്റ ഈ പ്രഹരം ആഗോള വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാകും. ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും സ്വന്തം രാജ്യത്തെ സിവിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർത്തതിന് പ്രതികാരം വീട്ടുമെന്ന അവരുടെ മുന്നറിയിപ്പിന്റെ തുടർച്ചയായാണ് ലോകം ഇതിനെ കാണുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന 48 മണിക്കൂർ അന്ത്യശാസനം അതീവ നിർണായകമാണ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ഇറാന്റെ ഊർജ നിലയങ്ങൾ പൂർണ്ണമായും ബോംബിട്ട് തകർക്കാനോ ഉള്ള ട്രംപിന്റെ തീരുമാനം പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരച്ചേക്കാം. അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്ന പാതകൾ തടസ്സപ്പെട്ടതോടെ ലോകരാജ്യങ്ങൾ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ വക്കിലാണ്. നയതന്ത്ര ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ലെന്നും സൈനിക ശക്തിയിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകൂ എന്നുമുള്ള വാശിയിലാണ് ഇരുപക്ഷവും. വരും മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടായേക്കാവുന്ന പ്രത്യാക്രമണങ്ങൾ ഈ യുദ്ധത്തെ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ മേഖലയിലെ സംഘർഷത്തിന് താൽക്കാലികമായ വെടിനിർത്തലല്ല, മറിച്ച് ശാശ്വതമായ അന്ത്യമാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നടന്ന സൗദി, തുർക്കി, ഈജിപ്ത് സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ വിട്ടുനിന്നത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. സമാധാന ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച ഇറാൻ അനുകൂലമായ നയതന്ത്ര ധാരണകൾ ഉണ്ടായാൽ ചർച്ചകളോട് സഹകരിക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. എന്നാൽ മാനുഷിക പരിഗണന കണക്കിലെടുത്ത് ഹോർമൂസ് കടലിടുക്കിലൂടെ അവശ്യ വസ്തുക്കളുമായി പോകുന്ന കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയിട്ടുമുണ്ട്. ബുഷഹർ ആണവ നിലയത്തിന് നേരെ 4ാം തവണയും ആക്രമണമുണ്ടായി. ഒരു സുരക്ഷാ ജീവനക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. പെട്രോ കെമിക്കൽ ഫാക്ടറികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ പ്രതിരോധ ശേഷി തകർത്തെന്ന അവകാശവാദങ്ങൾക്കിടെ അമേരിക്കയുടെ F-15E, A-10 വാർട്ട്ഹോക്ക് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തകർക്കപ്പെട്ടത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്.